റിപ്പോർട്ട് ബിഗ് ഇംപാക്ട്. മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് റെയിൽവേയുടെ ഇടപെടൽ. ഷൊർണൂർ കണ്ണൂർ പാതയിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചു. ചൊവ്വാഴ്ച മുതൽ ട്രെയിൻ ഓടിത്തുടങ്ങും. പുതിയ സർവീസ് വരുന്നതോടെ വൈകുന്നേരങ്ങളിൽ കോഴിക്കോടിലേക്കുള്ള തിരക്ക് കുറയും. മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടറിന്റെ തുടർച്ചയായുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് റെയിൽവേയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ഇത് സംബന്ധിച്ച് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടർ ഇംപാക്ട്, എന്താണ് വിവരങ്ങൾ? ശ്രുതി, നമുക്കറിയാം ട്രെയിനുകളുടെ കുറവും ഉള്ള ട്രെയിനുകളിൽ കാലുകുത്താൻ ഇടമില്ലാതെ പ്രയാസപ്പെട്ടും യാത്ര ചെയ്തിരുന്ന മലബാറിലെ യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമേകുന്നതാണ് ഇപ്പോൾ റെയിൽവേയുടെ ഇപ്പോഴത്തെ നടപടി. നിലവിലെ തിരക്ക് കണക്കിലെടുത്താണ് ഷൊർണൂർ കണ്ണൂർ പാതയിൽ റെയിൽവേ പുതിയ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ അടുത്ത മാസം 2 മുതൽ ഓടിത്തുടങ്ങും. ഹ്രസ്വദൂര യാത്രക്കാർക്ക് ഏറെ ഗുണപ്രദമാവുന്ന രീതിയിലാണ് ട്രെയിൻ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഷൊർണൂരിൽ നിന്നും 3:40 പുറപ്പെടുന്ന ട്രെയിൻ 5:35 കോഴിക്കോട് എത്തിച്ചേരും. 7:40 കണ്ണൂരിലും എത്തിച്ചേരും. ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്നും രാവിലെ 8:10 പുറപ്പെടുന്നത്. തുടർന്ന് 9:50 കോഴിക്കോട് എത്തിച്ചേരും. തുടർന്ന് ഷൊർണൂരിലേക്ക് യാത്ര തിരിക്കും. പുതിയ സർവീസ് വരുന്നതോടെ വൈകിട്ട് കോഴിക്കോട് പാതയിലുള്ള തിരക്കിനൊരു ആശ്വാസമാകുമെന്നുള്ളതാണ് നിലവിൽ യാത്രക്കാരൊക്കെ തന്നെ പറയുന്നത്. പാസഞ്ചർ ട്രെയിൻ എത്തുന്നതോടെ മംഗള, നേത്രാവതി എന്നിവയെ ആശ്രയിക്കുന്നവർക്കും യാത്രയ്ക്ക് സൗകര്യപ്രദമാവുമെന്നുള്ളതാണ്. രാവിലെയും വൈകിട്ടും പരശുറാം എക്സ്പ്രസിന് പിന്നാലെയായതിനാൽ യാത്രക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ സമയക്രമീകരണം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സമയം, അതായത് ട്രെയിൻ നിലവിൽ 1 മാസത്തേക്ക് ആഴ്ചയിൽ 4 ദിവസമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് കൂട്ടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ വടക്കൻ മലബാറിലേക്കാണ് ട്രെയിൻ യാത്രാ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ സ്പെഷ്യൽ ട്രെയിൻ സ്ഥിരം സർവീസ് ആക്കണമെന്നൊരു ആവശ്യവും യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഏറെ ആശ്വാസകരമായ ഒരു നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ തുടർച്ചയായി വാർത്താ പരമ്പര തന്നെ ചെയ്തിരുന്നു. യാത്രക്കാരുടെ ദുരിതം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചിരുന്നു. അതിൽ സംസ്ഥാനത്തിന്റെ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി അബ്ദുറഹിമാൻ ഉൾപ്പെടെ ആ ഒരു ഘട്ടത്തിൽ ഉറപ്പു തന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തും. യാത്രക്കാർക്ക് സൗകര്യപ്രദമായ വിശദാംശങ്ങൾ നൽകിയത്.